ഇരട്ട കൊലപാതകം നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതമാക്കി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 1986-ലെയും 89-ലെയും രേഖകൾ ആവശ്യപ്പെട്ട് RDO കോടതിയെ സമീപിച്ചു. 1986-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ യുവാവിനെ വെള്ളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തി എന്നാണ് മുഹമ്മദ് അലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ. 3 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയെന്നും മുഹമ്മദ് അലി മൊഴി നൽകിയിരുന്നു. സുഹൃത്ത് കഞ്ചാവ് ബാബു എന്ന് വിളിക്കുന്ന ബാബുവിന്റെ സഹായത്തോടെയാണ് കൊലപാതകം എന്നാണ് മൊഴി. അന്വേഷണത്തിൽ ഈ 2 കാലയളവിലും കൂടരഞ്ഞിയിലും വെള്ളയിൽ ബീച്ചിലും 2 പേർ മരിച്ചിരുന്നതായും അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിച്ചിരുന്നതായും കണ്ടെത്തി. ഇതേ തുടർന്നാണ് മരിച്ചവരെ തിരിച്ചറിയാൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. 1989-ൽ നടന്ന കേസിൽ കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് കേസ് അന്വേഷിച്ച നടക്കാവ് CI ആയിരുന്ന റിട്ടയർഡ് SP സുഭാഷ് ബാബുവിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. കൂടരഞ്ഞി കേസിൽ ഇൻക്വസ്റ്റ് നടത്തിയ SI തോമസിൽ നിന്ന് വിവരങ്ങൾ തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനായി പോലീസ് കൊച്ചിയിലേക്ക് തിരിക്കും. മരിച്ചവരെ തിരിച്ചറിയാൻ 1986-ലെയും 89-ലെയും രേഖകൾ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം RDO കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.